കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം സഭായോഗ മധ്യേ വായിച്ച തിരുവചന ഭാഗം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായമാണ്. 14-ാം അധ്യായം 1 മുതൽ 11 വരെ അവിടെ വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ഒരു പ്രബോധനമാണ്. അപ്പോൾ തന്നെ അതിൻ്റെ 12 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ മുഴുവനും വായിക്കുമ്പോൾ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെക്കുറിച്ചും അവിടെ പറയുകയാണ്. ദൈവം അതിൻ്റെ ആ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. 12-ാം വാക്യം: യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഒരു ദേശം എന്നോട് ദ്രോഹിച്ച് പാപം ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ നേരെ കൈ നീട്ടി അപ്പമെന്ന കോലൊടിച്ച് ക്ഷാമം വരുത്തി മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഛേദിച്ചു കളയും. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇവിടെ ദൈവം പറയുകയാണ് വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെക്കുറിച്ചും, അല്ലെങ്കിൽ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ടത് എങ്ങനെയെന്നും ഇവിടെ പറയുകയാണ്. ദൈവം ഒരു ദേശത്തോട് ന്യായവിധി അയക്കുമ്പോൾ അവിടെ ദൈവം പ്രത്യേകം പറയുകയാണ്, അവിടെ നോഹയും ദാനിയേലും ജോബും ജീവിച്ചിരുന്നാൽ പോലും അവരുടെ നീതി ഹേതുവായി അവർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികളെ വീട്ടിൽ വിളിച്ച് താമസിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പോലും വ്യക്തിപരമായ ഉത്തരവാദിത്വം അറിയാതെ, ഇനിയിപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പൗലോസിനെ കൊണ്ട് വീട്ടിൽ താമസിപ്പിച്ചാലും ശരി, ഞാനെന്ന വ്യക്തി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കണം. നമുക്കറിയാം, കർത്താവിൻ്റെ വാക്ക് നേരിട്ട് മുഖത്തോട് മുഖം കണ്ട് കേട്ടവരുണ്ട്. അതിൽ കുറെ പേർ അതിനെ തിരസ്കരിക്കുകയാണ് ഉണ്ടായത്. തിരസ്കരിച്ചപ്പോൾ അവർക്ക് വല്ല പ്രയോജനം ഉണ്ടായിരുന്നോ? ഇല്ല. എന്നാൽ കർത്താവിനെ കണ്ടിട്ടില്ലെങ്കിലും കർത്താവിൻ്റെ വചനം കേട്ട് വിശ്വസിക്കുന്നവർക്ക് ഏറ്റവും അനുഗ്രഹകാരണമായി തീരുമാനമായിത്തീർന്നു. അപ്പോൾ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, ഒരു ദേശം ദൈവത്തോടുള്ള അവിശ്വസ്തത വിട്ട് തിരിഞ്ഞ് അവർ വഷളായി പോകുന്നുവെങ്കിൽ, വ്യക്തിപരമായി അവർ മടങ്ങി വന്നില്ല എങ്കിൽ, നമ്മുടെ ഇടയിൽ ഇനിയിപ്പോൾ ജോബും ദാനിയേലും നോഹയും ജീവിച്ചിരുന്നാൽ പോലും അവർ പ്രാർത്ഥിച്ചാൽ പോലും ദൈവം കേൾക്കുകയില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ദൈവസന്നിധിയിൽ വ്യക്തിപരമായ ബന്ധങ്ങൾക്ക്. ഞാൻ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു എന്ന് കരുതി, മനസ്സിലായോ, വിശ്വാസമില്ലാത്ത മറ്റു പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെടണമെന്നില്ല, അല്ലേ? നമുക്കറിയാം, നമ്മളെല്ലാവരും വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരാണ്. നമുക്ക് ഒത്തിരി ബന്ധുമിത്രാദികളുണ്ട്, ഇവരാരും രക്ഷിക്കപ്പെടാത്ത പലരുണ്ട്, അല്ലേ? നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് കരുതി അവരെ കൂടി ദൈവം ചെയ്യുന്നില്ല, രക്ഷയിലേക്ക് കൊണ്ടുവരുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതും ദൈവത്തിന്റെ വചനമാണ്. അപ്പോഴും നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറയുമ്പോൾ തന്നെ ആ രക്ഷ ഏറ്റെടുക്കുവാൻ വ്യക്തിപരമായി തന്നെയാണ് ദൈവം ആഹ്വാനം ചെയ്യുന്നത്, അല്ലേ? ഞാൻ വിശ്വസിച്ചാൽ ആ വിശ്വാസം എൻ്റെ വീട്ടിലുള്ളവരോട് പകർന്നു കൊടുക്കുമ്പോൾ അവരും വിശ്വസിച്ചാൽ അങ്ങനെ കർത്താവിൻ മൂലം ആ കുടുംബം മുഴുവൻ രക്ഷയിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. അപ്പോൾ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. വ്യക്തിപരമായി നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാതെ ഇനി ആര് തന്നെ വന്ന് പ്രാർത്ഥിച്ചാലും, പൗലോസ് അപ്പോസ്തലനെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചാലും ശരി, ഞാൻ നന്നായില്ലെങ്കിൽ അതിൻ്റെ യാതൊരു ഗുണവും എനിക്ക് കിട്ടുകയില്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരികയാണ്. എസെക്കിയേൽ 14-ാം അധ്യായം വായിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകമാണ്. അപ്പോൾ ദൈവം ഒത്തിരി കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരും. അങ്ങനെ ചിന്തയ്ക്ക് ആധാരമായി ഇന്ന് ലഭിച്ച വാക്യം എന്ന് പറയുന്നത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ന്റെ 3-ാം വാക്യമാണ്. വിഗ്രഹാരാധന. അതിന്റെ തലക്കെട്ട് ഇങ്ങനെ കൊടുക്കാം: ഹൃദയത്തിലെ വിഗ്രഹം ഇരിക്കുന്നിടത്തോളം കാലം കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ വസിക്കുവാൻ സാധ്യമല്ല. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒന്ന് മാറ്റിയാലല്ലേ മറ്റതിനെ ഒന്ന് കയറ്റി വെക്കാൻ പറ്റുകയുള്ളൂ. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വാഴണമെങ്കിൽ, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലുള്ള വിഗ്രഹങ്ങളെ ഇന്ന് പകലിൽ പുറത്താക്കിയാൽ മാത്രമാണ് ക്രിസ്തുവിനെ കയറ്റി ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ ലേഖനം 3-ന്റെ 16-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ 2 കൊരിന്ത്യർ ലേഖനം 6-ന്റെ 14 പറയുകയാണ്,
ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിതയാണ് ഉള്ളത്? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നമ്മൾ ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് എങ്കിൽ ദൈവം പറയുകയാണ്, വിഗ്രഹങ്ങൾക്ക് ദൈവാലയവുമായി എന്ത് ബന്ധമാണുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ആലയത്തിൽ ആരാണ് കയറി ഇരിക്കേണ്ടത്? നമുക്ക് ഒരൊറ്റ വാക്യം ഒന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 1:27 ഇങ്ങനെ വായിക്കുകയാണ്: അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ് നമ്മൾ ഇരിക്കുന്നതെന്നാണ് പൗലോസ് പറയുന്നത്, അല്ലേ? പൗലോസ് അല്ല, തിരുവചനം പറയുന്നത്, അല്ലേ? പൗലോസ് എഴുതി വെച്ചതുകൊണ്ട് പൗലോസ് പറയുന്നു എന്ന് പറയുന്നു. കാരണം കർത്താവായ യേശു ക്രിസ്തുവും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മോശ കൽപ്പിച്ചിരിക്കുന്നു, മോശ എഴുതിയിരിക്കുന്നു, മോശയുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് മോശയുടെ വചനമാണോ? അല്ല, അത് എഴുതിയതുകൊണ്ട് കർത്താവ് ആ വാക്കെടുത്ത് അദ്ദേഹം തന്നു എന്ന് പറയുന്നു എന്നുള്ളൂ. പക്ഷേ അത്യധികമായി വചനമാരുടെയാണ്? മോശയുടെയും അല്ല, പൗലോസിന്റെയും അല്ല, പത്രോസിന്റെയും അല്ല. അത് സാക്ഷാൽ ദൈവത്തിന്റെ തന്നെയാണ് എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ പൗലോസ് വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു. അതിനു മുൻപ് നമ്മൾ വായിച്ച വാക്യം എന്താണ്? നാം ദൈവത്തിന്റെ മന്ദിരമെന്ന് നിങ്ങൾക്ക് അറിവില്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കേണ്ടത് ക്രിസ്തുവാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? പുറത്തേക്ക് എടുത്ത് കളഞ്ഞാൽ മാത്രമാണ് ക്രിസ്തുവിന് സ്വസ്ഥമായിട്ടിരുന്ന് നമ്മെ ഭരിക്കുവാൻ കഴിയുകയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, വിശ്വാസകോളത്തിന്റെ ആയാലും കർത്താവ് ഹൃദയത്തിലില്ലാത്ത ക്രിസ്തീയ ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മുടെ ഹൃദയത്തിൽ അനേകം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കും, കത്തോലിക്ക സഭയിലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹത്തെയാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ അത് വിഗ്രഹാരാധന തന്നെയാണ്. കാരണം മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഉള്ള ജലത്തിലോ ഉള്ള യാതൊന്നിനെയും സദൃശത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയോ അതിനെ പ്രണമിക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് അക്ഷരികമായിട്ടുള്ള വിഗ്രഹം. എന്നാൽ മറ്റൊരു വിഗ്രഹം, അല്പം കൂടി വളർന്നവരെ കുറിച്ച്, ആത്മീകമായി വളർന്നവരുടെ ഹൃദയത്തിലിരിക്കുന്ന വിഗ്രഹങ്ങൾ എന്താണ്? നമ്മൾ പണ്ടേ വിഗ്രഹങ്ങളെല്ലാം വിട്ട് വിഗ്രഹങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തു കളഞ്ഞവരാ. വീട്ടിൽ നിന്നും വിഗ്രഹങ്ങളെ എടുത്ത് പുറത്താക്കി, പക്ഷേ ഹൃദയത്തിൽ നിന്നും വിഗ്രഹങ്ങളെ എടുത്തു മാറ്റിയിട്ടുണ്ടോ? എന്ത് വിഗ്രഹമാണ്? ഇവിടെ ആ വാക്യത്തിന് ആധാരമായി, അല്ലെങ്കിൽ ചിന്തയ്ക്ക് ആധാരമായി, ഹൃദയത്തിലെ വിഗ്രഹം എന്നുള്ള ഒരു ചിന്തയ്ക്ക് ആധാരമായി എസെക്കിയേൽ 14:3 ഇങ്ങനെ വായിക്കുകയാണ്: മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യ ഹേതു തങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ? ദൈവം ചോദിക്കുകയാണ്. അതായത് ബാബേൽ പ്രവാസത്തിലേക്ക് പോയ ഈ മനുഷ്യർ, നമുക്കറിയാം, ജെറമിയ പ്രവാചകൻ പ്രവചിച്ചു, നിങ്ങൾ ദൈവത്തിന്റെ വാക്ക് കേട്ടില്ല എങ്കിൽ 70 വർഷം നിങ്ങൾ ജെറുസലേമിൽ വിട്ട് ബാബേലിൽ പോയി അടിമകളായി പാർക്കേണ്ടി വരും. അങ്ങനെ ഈ ജനം ഘട്ടം ഘട്ടമായി ബാബേലിലെ പ്രവാസത്തിലേക്ക് പോയി. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ ജെറമിയ പ്രവാചകൻ പ്രവചിച്ച അതേ കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കൊരു വിടുതൽ വേണം. നമുക്കങ്ങനെയാണല്ലോ, എന്തെങ്കിലും പ്രശ്നം പ്രയാസം വരുമ്പോൾ എന്ത് വേണം? ഒരു വിടുതൽ വേണം. അപ്പോൾ ഓടി വന്ന് എന്ത് ചെയ്യും? ദേവദാസന്മാരോട് പറയും, ദേവദാസനെ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥിക്കാൻ വരുന്നതിലും തെറ്റില്ല, പ്രാർത്ഥിക്കുന്നതിലും തെറ്റില്ല. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ വചനം വ്യക്തമായ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തോട് പറയുകയാണ്. ഇവിടെ പറയുകയാണ്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ എന്റെ അടുക്കൽ വന്ന് എന്റെ മുൻപിൽ ഇരുന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ എന്ന് പറഞ്ഞാൽ, പ്രവാസത്തിലേക്ക് പോയ ചില മൂപ്പന്മാർ, ശ്രേഷ്ഠന്മാർ പ്രവാചകനായ എസെക്കിയേലിന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് അവരോട് ഈ മനുഷ്യർ ഈ പ്രവാചകനോട് അരുളപ്പാട് ചോദിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് പ്രവാചകന് കൊടുക്കുകയാണ്. അപ്പോൾ പ്രവാചകനോട് ദൈവം പറയുകയാണ്, പ്രവാചകനെ, നിന്റെ മുൻപിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ജനത്തിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ ഞാൻ നിനക്കൊന്ന് പറഞ്ഞു തരാം. എന്താണ് അവരുടെ അവസ്ഥ എന്ന് പ്രവാചകൻ അറിയില്ല, എനിക്കറിയില്ല നിങ്ങളുടെ ഹൃദയ നിലവാരം എങ്ങനെയാണുള്ളതാണെന്ന്. പക്ഷേ ദൈവത്തിനറിയാം. അപ്പോൾ ആ ദൈവം പറയുകയാണ്, മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് അല്ലെങ്കിൽ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് തങ്ങളുടെ അകൃത്യ ഹേതു തങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളണമോ? ദൈവം ചോദിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും, അവർ ബാബേൽ പ്രവാസത്തിലേക്ക് പോയിട്ടും അവരുടെ ഹൃദയത്തിലുള്ള ചില മോഹങ്ങൾ അവർ വിട്ടുതിരിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ അത്യാഗ്രഹത്തിന് ഒരു കുറവ് വന്നിട്ടില്ല. എന്നിട്ട്
കഷ്ടത വന്നപ്പോൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരികയാണ്, പ്രവാചകന്റെ അടുക്കിലേക്ക് വരികയാണ്. അപ്പോൾ പ്രവാചകനോട് ദൈവം ചോദിക്കുകയാണ്, പ്രവാചക, നിന്റെ മുൻപിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ജനമുണ്ടല്ലോ, അവരുടെ ഹൃദയത്തിൽ അനേകം വിഗ്രഹങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കയറിയിരിക്കേണ്ട ഹൃദയത്തിൽ ഇപ്പോൾ മറ്റ് ചില കാര്യങ്ങളാണ് കയറിയിരിക്കുന്നത്. അങ്ങനെയുള്ളവർ വന്ന് അരുളപ്പാട് ചോദിച്ചാൽ ഞാൻ അരുളപ്പാട് കൊടുക്കുമോ എന്ന് ദൈവം ചോദിക്കുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? വ്യാഖ്യാനത്തിന്റെ ആവശ്യമുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് വസിക്കുമ്പോൾ അവിടുത്തെ വചനത്തോട് ചേർന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ ദൈവം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിലൂടെ ചോദിക്കുന്നുവെങ്കിൽ ദൈവം തരും. നമ്മുടെ ഇഷ്ടം ചോദിക്കുമ്പോഴാണ് അവിടെ വിഗ്രഹമായി തീർന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് അനേകർ, നമുക്കറിയാം, ആത്മീക ഗോളത്തിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് ഇടവും വലവും നോക്കുമ്പോൾ നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്നുണ്ട് അല്ലേ. പണസമ്പാദ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ പോലും കേട്ട് വഞ്ചിക്കപ്പെടുന്ന ഒരു ജനതയാ കാണുന്നത് അല്ലേ. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ ആത്മീക ഗോളം വഞ്ചിക്കപ്പെടുന്നത് എന്നുള്ളത് ഇതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 7-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇസ്രായേൽ ഗൃഹത്തിലും ഇസ്രായേലിൽ വന്നു പാർക്കുന്ന പരദേശികളിലും എന്നെ വിട്ടകന്ന് തന്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചും തന്റെ അകൃത്യ ഹേതു മുൻപിൽ വെച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ അരുളപ്പാട് ചോദിപ്പാൻ വരുന്ന ഏവരോടും യഹോവയായ ഞാൻ തന്നെ ഉത്തരമരുളും. ഞാൻ ആ മനുഷ്യന്റെ നേരെ മുഖം തിരിച്ച് അവനെ ഒരടയാളവും പഴഞ്ചൊല്ലുമാക്കും. ഞാൻ അവനെ എന്റെ ജനത്തിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നാൽ പ്രവാചകൻ വശീകരിക്കപ്പെട്ട് ഒരു വാക്ക് പ്രസ്താവിച്ചാൽ യഹോവയായ ഞാൻ ആ പ്രവാചകനെ വശീകരിച്ചിരിക്കുന്നു. ഞാൻ അവന്റെ നേരെ കൈ നീട്ടി അവനെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് സംഹരിച്ചു കളയും. ഈ പറഞ്ഞതിന്റെ സാരം എന്താ പ്രിയമുള്ളവരെ? ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവം പറയുകയാണ്, ഈ പ്രവാസത്തിലേക്ക് അയച്ച ജനം പ്രവാചകനോട് വന്ന് അരുളപ്പാട് ചോദിക്കാൻ വന്നിരിക്കുകയാ. അപ്പൊ ദൈവം പറയുകയാണ്, ഇവരുടെ മനസ്സിലിരിപ്പ് മോശമാണ് പ്രവാചക. എന്റെ ഇഷ്ടം ചെയ്യുവാനോ അല്ലെങ്കിൽ എന്റെ അരുളപ്പാട് കേൾക്കുവാനോ അല്ല അവർ വന്നിരിക്കുന്നത്. ഇവരുടെ ഹൃദയത്തിൽ കുറെ മോഹങ്ങളുണ്ട്, കുറെ വിഗ്രഹങ്ങളുണ്ട്. അതൊന്ന് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി എന്തെങ്കിലും പഴുതുണ്ടോ, പോംവഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ വന്നിരിക്കുന്നത്. നിർമ്മലമല്ലാത്ത ഹൃദയത്തോടു കൂടിയാണ് കടന്നു വന്നിരിക്കുന്നതെന്ന് ദൈവം വ്യക്തമായി പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. തന്നെയുമല്ല, ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ പറയുകയാണ്, ഇവരുടെ ഹൃദയത്തിൽ വിഗ്രഹം വെച്ച് എന്നോട് പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം അവർ പ്രവാചകനോടോ ദേവദാസന്മാരോടോ ആലോചന ചോദിക്കുമ്പോൾ ഞാൻ തന്നെ അവർക്ക് ഉത്തരമരുളും. എങ്ങനെ ഉത്തരമരുളും? ഞാൻ ഈ പ്രവാചകനെ വശീകരിച്ച് വ്യാജമായ ഒരു സന്ദേശം കൈമാറുമെന്ന്. മനസ്സിലായോ? എന്താണ് അതിനർത്ഥം? നമുക്കൊരു വാക്യം വായിക്കാം. ഇതിന്റെ ആശയം മനസ്സിലാകണമെങ്കിൽ ദൈവം എന്താ പറഞ്ഞത്? ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നാൽ പ്രവാചകൻ വശീകരിക്കപ്പെട്ട് ഒരു വാക്ക് പ്രസ്താവിച്ചാൽ യഹോവയായ ഞാൻ ആ പ്രവാചകനെ വശീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം, 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ്. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഇവിടെ ദൈവം ചെയ്യുന്ന മറ്റൊരു പ്രവർത്തനമാണ് എന്ന് പറഞ്ഞാൽ, ദൈവവചനം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ ഇനി എന്താ ചെയ്യാൻ പോകുന്ന ദൈവം എന്ന് പറഞ്ഞാൽ, സത്യം നമ്മളോട് പറയുമ്പോൾ സത്യം കേട്ട് ഉൾക്കൊള്ളുവാൻ മനസ്സില്ലാതെ വിഗ്രഹങ്ങൾ ഹൃദയത്തിൽ വെച്ച് തന്റെ മോഹങ്ങൾക്ക് വേണ്ടി ദൈവത്തെ കൂട്ടുപിടിക്കാൻ വരുന്നവരെ കുറിച്ച് പറയുകയാണ്. ഭോഷ്ക് വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം തന്നെ അവർക്ക് ഇട്ടുകൊടുക്കുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു വഞ്ചനയിലാണ് ഇന്ന് ക്രിസ്തീയഗോളം ഭൂരിഭാഗവും പെട്ടുകിടക്കുന്നത്. കാരണം എന്താ? ക്രിസ്തുവിനെ ഹൃദയത്തിൽ വെക്കുവാനോ, നാം ദൈവത്തിന്റെ മന്ദിരമെന്ന് വിശ്വസിക്കുവാനോ, ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കുവാനോ മനസ്സില്ലാതെ എന്റെ ഹൃദയത്തിൽ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്, എനിക്കൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണം, അതിനുവേണ്ടി കുറെ പണം വേണം, കുറെ പ്രശസ്തി വേണം, കുറെ കാര്യങ്ങളൊക്കെ വേണം, അതിനുവേണ്ടി ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ജനത്തെ വഞ്ചനയുടെ ആത്മാവിനെ അയച്ചു വശീകരിച്ചു കളയുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് വരുവാനിരിക്കുന്ന കാലത്ത്, എതിർ ക്രിസ്തുവിന്റെ കാലത്ത് സംഭവിക്കുന്ന കാര്യമാണെങ്കിലും അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. സത്യം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ മനസ്സില്ലാത്തവർ എന്ത് സംഭവിക്കും? ഇവിടെ പറയുകയാണ്, ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തിക്കൊത്ത വേണം. മനസ്സിലായോ? ഇവിടെ പറയുകയാണ്,
സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നവർക്ക് ന്യായവിധി വരണം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, നന്മ ചെയ്യുന്നവൻ ഇനി നന്മ ചെയ്യട്ടെ, തിന്മ ചെയ്യുന്നവൻ ഇനി തിന്മ ചെയ്യട്ടെ. കാരണം രണ്ട് ഭാഗമാകണം, അല്ലെ? നല്ല വിത്ത് മനുഷ്യപുത്രൻ വിതച്ചു, അവിടെ കളയം മുളച്ചു. കർത്താവിനോട് ചോദിച്ചു, ഇത് പറിച്ചു കളയട്ടെ, ഈ കളം പറിച്ചു കളയട്ടെ? കർത്താവ് പറഞ്ഞു, കള എപ്പോൾ പറക്കേണ്ട. കള പറിക്കാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ നല്ല വിത്തുകളും കൂടി നീ പറിച്ചു കളയും. അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ, അതൊന്ന് പാകമാകട്ടെ, കൊയ്ത്തിന് കാലമാകട്ടെ, സമയമാകട്ടെ, ഞാൻ ചെയ്തു കൊള്ളാമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, ദൈവത്തിന്റെ ആലയമാണെങ്കിൽ, നമ്മിൽ വസിക്കേണ്ടത് ദൈവമാണെങ്കിൽ, ആ ദൈവം വസിക്കേണ്ട സ്ഥാനത്ത് വിഗ്രഹമാണ് കയറിയിരിക്കുന്നതെങ്കിൽ, എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ വെച്ചിരിക്കുന്ന കുരിശുരൂപത്തിന്റെ വിഗ്രഹം എന്നല്ല അർത്ഥം. അതും ഒരു തരം വിഗ്രഹമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അതിലും വലിയ വിഗ്രഹമാണ് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നത്. ഇന്ന് ഞാനിത് പറയുമ്പോൾ നമ്മുടെ സഭയിലെ അവസ്ഥയല്ല ഞാൻ ഈ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. അങ്ങനെ നമ്മുടെ സഭയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എന്നെ യൂട്യൂബിലൂടെ കേൾക്കുന്ന അനേകരുണ്ട്, നാനാവിധത്തിലുള്ള മതസ്ഥരും എല്ലാവരും, വിശ്വാസഗോളവും വിശ്വാസത്തിലില്ലാത്തവരും എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പോൾ പൊതുവായൊരു കാര്യം പറയുമ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ളൊരു വിഗ്രഹത്തെ കുറിച്ച് കൂടി നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ, ദൈവം എസെക്കിയേലിലൂടെ പറഞ്ഞതുപോലെ ആ പ്രവാചകനെ വശീകരിച്ച് അവനിലൂടെ ഒരു മറുപടി ഞാൻ തന്നെ കൊടുക്കുമെന്ന്. എന്താ അതിനർത്ഥം? അതായത് ഇന്ന് ക്രിസ്തീയ കുളം വഞ്ചിക്കപ്പെട്ട് കിടക്കുകയാണെന്ന് നമുക്കറിയാം, അല്ലേ? അതായത് ഒരു ആഗ്രഹം വെച്ച് പ്രാർത്ഥിക്കാൻ വരും, അവന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കാരാണ് ഇവിടെ എല്ലാവരും, അല്ലേ? അതായത് എന്ത് വിഷയമായിക്കോട്ടെ. നാളെ ഞാൻ കേട്ടു, സിനിമയിൽ അഭിനയിക്കുവാനോ സൂപ്പർ സ്റ്റാർ ആകുവാനോ ആഗ്രഹിച്ച് ഒരു സഹോദരൻ വന്ന് ഈ പാസ്റ്ററോട് പറയുകയാണ്. എന്നിട്ട് ആ പാസ്റ്റർ ഒരു പ്രവചന ദൂത് പോലെ പറയുകയാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നീ ഒരു സിനിമാ നടനായ ഒരു സൂപ്പർ സ്റ്റാറായി വിളങ്ങുവാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നുവെന്ന്. ഇത് ഏത് ദൈവമാ? ഇതാണ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ വിഗ്രഹം വെച്ചുകൊണ്ട് പ്രവാചകരുടെ അരുളപ്പാട് ചോദിക്കുമ്പോൾ ആ പ്രവാചകൻ വശീകരിക്കപ്പെട്ട് അവനോട് വ്യാജമായതിൽ വിശ്വസിച്ച് നശിച്ചു പോകുവാനിടയായിത്തീരുന്ന പ്രബോധനം കേൾക്കുവാനിടയായിത്തീരും. മനസ്സിലായോ? ഇവിടെ നമ്മൾ സിനിമയിൽ അവരിച്ച് സൂപ്പർ സ്റ്റാർ ആക്കുവാൻ വേണ്ടിയുള്ള ഒരു ദൈവത്തെയല്ല നമ്മൾ വിളിക്കുന്നത്. അതൊക്കെ ലോകത്തിന്റെ ജാതികൾ അന്വേഷിക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ? നിങ്ങൾക്ക് പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? ദൈവവചനത്തിൽ നമ്മെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു? നാം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയാണെങ്കിൽ നമ്മെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. മറ്റൊരു ഉദ്ദേശവും നമ്മളെ കുറിച്ച് ദൈവത്തിനില്ല. എന്താണ് ദൈവത്തെക്കുറിച്ച് നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം? ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ ഒരു വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 1 തിമോത്തിയോസ് 2:4 വാക്യത്തിൽ പറയുകയാണ്, എല്ലാവരും സത്യം അറിയണമെന്നും രക്ഷ പ്രാപിക്കണമെന്നും ആണ് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെ? ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? എല്ലാവരും സത്യം അറിയണം, അങ്ങനെ രക്ഷിക്കപ്പെടണം. എന്നാൽ നമ്മളിപ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ചത് എന്താ? സത്യത്തെ വിശ്വസിക്കാത്തവർക്ക് ന്യായവിധി വരേണ്ടതിന് ഭോഷ്ക് വിശ്വസിക്കുവാൻ ദൈവം തന്നെ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. രണ്ടും ദൈവമല്ലേ പറഞ്ഞത്? ഒന്ന് ദൈവം പറയുകയാണ് എല്ലാവരും സത്യം അറിയുകയും രക്ഷിക്കപ്പെടണമെന്നതുമാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതേ ദൈവം തന്നെ പറയുകയാണ്, സത്യം അറിയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ സത്യത്തെ കൈക്കൊള്ളുവാൻ ഇഷ്ടമില്ലാത്തവർക്ക് ന്യായവിധി വരേണ്ടതിന് വ്യാജമായതിൽ വിശ്വസിക്കാനിടയായിത്തീരും, അല്ലെ? നമ്മുടെ കർത്താവിന് നമ്മെ കുറിച്ച് നല്ലൊരു പദ്ധതിയുണ്ട്. എന്താണ് ആ പദ്ധതി? ഈ ലോകത്തിൽ അല്പം കഷ്ടം സഹിച്ചാലും ഇത് ക്ഷണനേരത്തേക്കുള്ള കഷ്ടമുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ഉണ്ണാനും എടുക്കുവാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെച്ച് കഷ്ടം സഹിച്ച് കർത്താവിന്റെ വേല തികച്ച് ആ നിത്യതയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് ആത്യന്തികമായിട്ട് ഉണ്ടാവേണ്ടത്, അല്ലേ? ഈ ആഗ്രഹമാണോ എൻ്റെ മുൻപിൽ വന്നിരിക്കുന്നവർക്കുള്ളത്? അതോ ഇത് വിട്ടിട്ട് ഇത് സെക്കൻഡറി ആക്കി മാറ്റി വെച്ചിട്ട് എനിക്കിവിടെ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കണം, എനിക്കിവിടെ കുറച്ച് പേരും പ്രശസ്തിയും പണവും ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ള ചില കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് താല്പര്യം? പ്രിയമുള്ളവരെ, ഭൗതികമായി നമുക്ക് ജീവിത നിലവാരം നമുക്ക് ആവശ്യമാണ്, അല്ലേ? കർത്താവ് പറയുന്നുണ്ട്, വചനത്തിൽ പറയുന്നുണ്ട്, നമുക്ക് അന്നുള്ള ആഹാരത്തിനായി നമുക്ക് ഉപജീവനത്തിനായി നമ്മൾ ജോലി ചെയ്യുക, ഉള്ളത് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. ഇത് ദൈവത്തിന്റെ ഉപദേശമാണ്. അധ്വാനിക്കണമെന്ന് ദൈവത്തിന്റെ ഉപദേശമാണ്. എന്തിനു വേണ്ടിയിട്ട് അധ്വാനിക്കുന്നത്? നമ്മുടെ ആ ആത്യന്തികമായ ലക്ഷ്യം മുൻനിർത്തി വേണം നമ്മുടെ അധ്വാനം. അത് വിട്ട് എന്താണ് ഹൃദയത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് വിഗ്രഹമാണെന്നാണ് ദൈവം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനിയിപ്പം മക്കളാണോ കർത്താവിനേക്കാൾ കൂടുതൽ സ്ഥാനത്തിൽ കയറി ഹൃദയത്തിൽ ഇരിക്കുന്നത്? അതൊരു തരത്തിലുള്ള വിഗ്രഹമാണ്.
അല്ലെങ്കിൽ എൻ്റെ വീടാണോ, എൻ്റെ മക്കളാണോ, എൻ്റെ ജോലിയാണോ, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള എൻ്റെ പ്രശസ്തിയോ മറ്റെന്തെങ്കിലും താല്പര്യമാണോ ഹൃദയത്തിൽ ഇരിക്കുന്നതെങ്കിൽ ഇതെല്ലാം വിഗ്രഹമാണ്. അങ്ങനെ വിഗ്രഹവുമായി പേറി വന്ന് ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുവാൻ വന്നിരിക്കുന്ന ജനത്തോടാ ദൈവം എസെക്കിയേലിനോട് പറയുന്നത്, പ്രവാചക, ഞാൻ അവർക്ക് ഉത്തരമരുളണമോ? ദൈവം ഉത്തരമരുളും. ദൈവം ഉത്തരമരുളണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ദൈവം ഉത്തരമരുളണമെങ്കിൽ, ദൈവം വസിക്കണമെങ്കിൽ, ദൈവം നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ആലയമാണ്, അല്ലേ? ദൈവത്തിന്റെ ആലയമാണ്. ഇവിടെ ദൈവം വന്ന് വസിക്കണം. അപ്പൊ എങ്ങനെയുള്ള ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്? നമുക്ക് ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. സൂക്ഷ്മ ബുദ്ധികളുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. സദൃശ്യവാക്യത്തിൽ പറയുകയാണ്, ദൈവം സൂക്ഷ്മ ബുദ്ധികളുടെ ഹൃദയത്തിൽ വാസമുറപ്പിക്കുന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണ്, ദൈവം താഴ്മയുള്ളവരുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വായിക്കുകയാണ്, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരുടെ കൂടെ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവം എവിടെയാ വസിക്കുന്നത്? വിഗ്രഹമുള്ള ഹൃദയത്തിലാണോ ദൈവം വസിക്കുന്നത്? ഒരിക്കലുമല്ല. എവിടെ പറയുകയാണ്? മനസ്താപമുള്ള ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ മനസ്താപവും വിനയവുമുള്ളവരുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. സദൃശ്യവാക്യത്തിൽ പറയുകയാണ്, ദൈവം സൂക്ഷ്മ ബുദ്ധികളെ തന്റെ പാർപ്പിടമാക്കുന്നു. ഈ സൂക്ഷ്മ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ വചനം ഇങ്ങനെ വായിച്ച് തത്തമ ചീട്ടെടുക്കുന്നത് പോലെ വായിക്കുന്നവനല്ല. ഏതെങ്കിലും ഒരു ആവശ്യം വന്ന് തുറന്നു വായിച്ചു അങ്ങനെ വികടമായ ബുദ്ധിയുള്ളവരുടെ ഹൃദയത്തിലല്ല ദൈവം വസിക്കുന്നത്. സൂക്ഷ്മ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ വചനത്തിന്റെ ഉള്ളിൽ ഇരുന്ന് അതിനെ സൂക്ഷ്മതയോടെ പരിശോധിക്കുന്നവന്റെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നുവെന്നാ പറയുന്നത്. മനസ്സിലായോ? സദൃശ്യവാക്യവും യെശയ്യാ പ്രവാചകന്റെ പുസ്തകവും രണ്ടും ഈ കാര്യം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. സൂക്ഷ്മ ബുദ്ധിയുള്ളവന്റെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. അപ്പോൾ തന്നെ മനോവിനയമുള്ളവരുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. ദൈവം പറയുകയാണ്, ഞാൻ ഉന്നതനും ശാശ്വതവാസിയുമാണ്, ഞാൻ ഉന്നതനാണ്, ഞാൻ പരിശുദ്ധനാണ്. ആ ഉന്നതനായ ദൈവം താഴ്മയുള്ളവരുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നതെന്ന് ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? അപ്പോൾ ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ മന്ദിരമാകണം. നാം ദൈവത്തിന്റെ മന്ദിരമാകുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കണമെങ്കിൽ, ക്രിസ്തു നമ്മിൽ ഇരിക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ള വിഗ്രഹം വല്ലതുമുണ്ടെങ്കിൽ, പലവിധത്തിലുള്ള നാനാവിധത്തിലുള്ള മോഹങ്ങളുണ്ടെങ്കിൽ, അല്ലേ, ദൈവത്തിന് വന്നിരിക്കുവാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം. സദൃശ്യവാക്യം 21:27 പറയുകയാണ്, ദുഷ്ടന്മാരുടെ ഹനനയാഗം വെറുപ്പാകുന്നു, അവർ ദുരാദായത്തോടെ അത് അർപ്പിക്കുമ്പോൾ എത്രയധികം. സദൃശ്യവാക്യത്തിൽ പറയുകയാണ്, ദുഷ്ടന്മാരുടെ ഹനനയാഗം. അവർ യാഗം കഴിക്കുന്നുണ്ട്, ആരാധനയ്ക്ക് വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം ദൈവം പറയുകയാണ്, അത് ആദായ സൂത്രത്തോടു കൂടെ കഴിക്കുന്നുവെങ്കിൽ, അല്ലെ, നമുക്കറിയാം, അനാഥാലയത്തിൽ പോയി കുറച്ച് ചോറൊക്കെ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കുക, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ മകൻ്റെ വിവാഹം നടക്കുന്നില്ല, വിവാഹം നടക്കുവാൻ. അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ സ്ഥലക്കച്ചവടം നടക്കുന്നില്ല, സ്ഥലക്കച്ചവടം നടക്കുവാൻ പറയുകയാണ്. ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾ സുവിശേഷ വിലയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആ കർത്താവിന്റെ ദാസന്മാരെ സഹായിക്കുക. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ ഇതെല്ലാം ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ സ്ഥലക്കച്ചവടം നടക്കുവാനും എൻ്റെ മക്കളുടെ പഠനം നടക്കുവാനും, അല്ലേ? ഇതാണോ ദൈവം ആഗ്രഹിക്കുന്ന വഴി? എന്തെങ്കിലും ദൈവത്തിന് കൊടുത്ത്, കൈക്കൂലി കൊടുത്ത് എൻ്റെ കാര്യം സാധിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ഇതാണ് ഒരു തരത്തിലുള്ള വിഗ്രഹാരാധന എന്ന് പറയുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചെയ്യുന്നൊരു പ്രവൃത്തി, ഞാൻ പറയുന്നൊരു വാക്ക് എൻ്റെ എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടത്തിനാണ് എങ്കിൽ, അങ്ങനെയുള്ളവരുടെ ദൈവം പറയുകയാണ്, ഞാൻ ഇവരോട് ഉത്തരവരുളണമോ? ദൈവം ഉത്തരവരുളുകയില്ല. അടുത്തൊരു വാക്യം കൂടി വായിക്കാം. സദൃശ്യവാക്യം 28-9 വാക്യത്തിൽ പറയുകയാണ്, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. എന്ന് പറഞ്ഞാൽ ഈ വചനമൊന്നും പറയുന്നത് കേൾക്കാതെ അവൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിനൊരു വെറുപ്പാണെന്ന്. മനുഷ്യന്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ? ഞാനൊരു കാര്യം പലവട്ടം ഒരാളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. അദ്ദേഹം പിന്നീട് എത്ര ചക്കരവാക്ക് പറഞ്ഞാലും
ഇനി മധുരമുള്ള 2 കിലോന്റെ കേക്ക് കൊണ്ടുവന്ന് തന്നാൽ എനിക്ക് നല്ല സന്തോഷം ഉണ്ടാവോ? ആദ്യം എന്താ ഉണ്ടാവേണ്ടത്? ഞാൻ പറയുന്ന കാര്യത്തിന് ഒരു വില കൊടുത്തത് അംഗീകരിച്ചാലല്ലേ, സത്യസന്ധമാണെങ്കിൽ അത് സ്വീകരിച്ചാലല്ലേ അവൻ ചെയ്യുന്ന കാര്യത്തിന് എനിക്ക് പ്രസാദം ഉണ്ടാവുകയുള്ളൂ, അല്ലേ? മലാക്കിയിൽ പറയുകയാണ്, മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുകയാണ്, കണ്ണുപൊട്ടിയതിനെയും മുടന്തുള്ളതിനെയും ദൈവത്തിന് കൊണ്ട് കൊടുക്കുന്നു. നീ ഒരു പണി ചെയ്, നിന്റെ മേലധികാരികൾക്ക് അത് കൊണ്ട് കൊടുത്തു നോക്കിയേ, അവനതിൽ പ്രസാദിക്കുമോ? കണ്ണുപൊട്ടിയതിനെയും മുടന്തിനെയും രോഗമുള്ളതിനെയും നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് കൊണ്ടേ കൊടുത്തേ, സഹോദര ഇത് കഴിച്ചോ, ഇത് എടുത്തോ എന്ന് പറഞ്ഞു കൊടുത്തു നോക്കിയേ, അവർ അത് സ്വീകരിക്കുമോ? രോഗം പിടിച്ച ഒരാടിനെയോ കോഴിയെയോ അല്ലെങ്കിൽ കൊള്ളൂലാത്തൊരു സാധനം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ? ദൈവം പറയുകയാണ്, നമ്മുടെ സൽപ്രവർത്തികളൊക്കെയും ഇങ്ങനെ കറ പുരണ്ട തുണികൾക്ക് തുല്യമാണ്. അതുകൊണ്ട് ഹൃദയം ശുദ്ധിയാവാതെ, ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ മാറ്റിക്കളയാതെ ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാണ്. അവൻ ദുരാദായത്തോടുകൂടെ അത് അർപ്പിക്കുന്നുവെങ്കിൽ അവിടെയും ദൈവത്തിന് പ്രസാദമില്ല എന്നാണ് പറയുന്നത്. സങ്കീർത്തനം 66:18 പറയുകയാണ്, ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. അപ്പോൾ ഈ ഹൃദയം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ വലുതാണ് ദൈവസന്നിധിയിൽ, അല്ലേ? ഇതിനകത്ത് കുറേ വിഗ്രഹങ്ങളും കുറേ മോഹങ്ങളും കുറേ നടക്കാത്ത മോഹങ്ങളും ആവശ്യമില്ലാത്ത മോഹങ്ങളും. എന്നാൽ മോഹങ്ങളൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. മാന്യമായിട്ടുള്ള ആഗ്രഹങ്ങളും അത് ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. സ്വന്തം കുടുംബത്തെ നോക്കാത്തവരാൾ ഹീനനാണെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതുന്നത് തെറ്റാണോ? അല്ല. സ്വന്തം കുടുംബത്തെ പോറ്റി പരിപാലിക്കുവാൻ ജോലി ചെയ്യുക, പണം സമ്പാദിക്കുക, തന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുക, മിച്ചമുണ്ടെങ്കിൽ സഹവിശ്വാസികളെ സഹായിക്കുക, ഇത് ദൈവത്തിന്റെ വ്യവസ്ഥയിൽ പറയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക, എന്നൊക്കെ ദൈവം പറയുന്ന കാര്യങ്ങളാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? ഹൃദയം നേരെ ചൊവ്വ ആവാതെ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ചെയ്യാമെന്നേ ഉള്ളൂ, നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്താമെന്നേ ഉള്ളൂ, നിങ്ങൾ ആ കൊടുക്കുന്ന കാര്യം നഷ്ടപ്പെടുത്താമെന്നേ ഉള്ളൂ. ദൈവപ്രസാദ പ്രകാരം ദൈവകൃപയാൽ അത് ചെയ്തെടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് അനുഗ്രഹ കാരണമായി തീരുകയുള്ളൂ എന്നുള്ളതാണ് സാരം. മനസ്സിലായോ? അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഹൃദയത്തിലെ വിഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് എന്നോട് അരുളപ്പാട് ചോദിക്കുന്നവരോട് ഞാൻ അരുളപ്പാട് പറയണമോ പ്രവാചക? നിന്റെ മുൻപിൽ വന്നിരിക്കുന്ന ജനം എന്നെയല്ല അവർ ഹൃദയത്തിൽ ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത് അവരുടെ നാനാവിധത്തിലുള്ള മോഹങ്ങൾ കൊണ്ട് തിങ്ങി ഞെരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പ്രവാചകന്മാർ അല്ലെങ്കിൽ സുവിശേഷകർ അല്ലെങ്കിൽ വചനം പ്രസംഗിക്കുന്നവർ വശീകരിക്കപ്പെട്ട് എന്തിൽ വശീകരിക്കപ്പെടുകയാണ്? നമുക്കറിയാം, സിനിമയിൽ അഭിനയിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് വരുന്ന ഒരുവനെ പിടിച്ച് സിനിമാക്കാരനാകാൻ പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അപ്പൊ അവൻ വശീകരിക്കപ്പെട്ട് അവന് ചേർന്നൊരു ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ സിനിമ നടനാവാം, ആവാതിരിക്കാം, അത് ദൈവവുമായി വല്ല ബന്ധമുണ്ടോ? ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്താ ബന്ധം? നമുക്ക് ദൈവികമല്ലാത്ത കാര്യങ്ങളുമായി എന്താണ് ബന്ധമുള്ളത് എന്നാ ചോദിക്കുന്നത്, അല്ലേ? ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കളഞ്ഞില്ല എങ്കിൽ നമുക്കത് വളരെ ദോഷം ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്കൊരു വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. നമ്മളോട് എന്തന്വേഷിക്കാനാണ് പറഞ്ഞത്? നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് ഉന്നതത്തിൽ ഇരിക്കുകയാണെങ്കിൽ ആ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ആ ഉന്നതത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനാണ് ദൈവം പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. താഴേക്ക് വായിക്കുകയാണ്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന തന്നെയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. POC ബൈബിളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. അപ്പോൾ വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി എന്ന് പ്രത്യേകം പറയുകയാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. അപ്പോൾ ഭൂമിയിലുള്ള കുറെ ആഗ്രഹങ്ങൾ, ആഗ്രഹങ്ങൾ, ആവശ്യമില്ലാത്ത ചിന്തകള്, അല്ലെ? നമ്മുടെ ഇടവും വലവും ഒക്കെ പലതും കാണുമെന്നേ. അവൻ 2 നില വീട് വെക്കും, 3 നില വീട് വെക്കും, 2 കാറുകളൊക്കെ മേടിക്കും,
പേടിച്ചോട്ടെ. ഇത് കാണുമ്പോൾ നമ്മൾ എന്തിനാ വശീകരിക്കപ്പെട്ട് അതുപോലെ ആയിത്തീരണമെന്ന് വശീകരിക്കപ്പെടുന്നത്? എന്തിനാ ഈ ദുർമോഹം പിടിക്കുന്നത്? എന്തിനാ ഈ അത്യാഗ്രഹം പിടിക്കുന്നത്? ഈ സമ്പത്തുണ്ടാക്കുവാനുള്ള ആഗ്രഹമാണ് സകലത്തിനും കെണിയായി തീരുന്നതെന്ന് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുകയാണ്. അപ്പൊ സമ്പത്ത് വേണ്ടേ? വേണം. ഉണ്ണുവാനും ഉടുക്കുവാനും ഒക്കെ നമുക്ക് വേണം. പക്ഷേ നമ്മുടെ യഥാർത്ഥമായ ലക്ഷ്യത്തിൽ നിന്നും മാറി ഇതിലേക്ക് മാത്രം തിരിയുമ്പോൾ ദൈവം പറയുകയാണ് അതൊരു വിഗ്രഹമായി തീരുകയാണ്. അവൻ അരുളപ്പാട് ചോദിക്കുമ്പോൾ, അവൻ പ്രാർത്ഥിക്കുമ്പോൾ, അവൻ യാഗം കഴിക്കുമ്പോൾ ഇതെല്ലാം ദൈവത്തിന് ഒരു തരം അതൃപ്തിയാണ് ഉണ്ടാകുന്നതെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഞാൻ എന്തിനാ ഇത് കൂടുതൽ പറയുന്നത്? പ്രസാദകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കണം, അല്ലേ? നമുക്ക് റോമാലേഖനം 12-ാം അധ്യായം എടുക്കാം. അത് POC ബൈബിളിൽ വായിച്ചാലാണ് കൂടുതൽ വ്യക്തത. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ആകയാൽ സഹോദരന്മാരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതിജനകവുമായ സജീവ ബലിയായി സമർപ്പിപ്പിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. അപ്പോൾ ഈ ലോകത്തിന് അനുരൂപരാകുന്നതാണ് ഒരു തരത്തിൽ വിഗ്രഹാരാധന. പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം ഇന്നതെന്നും നല്ലതും പ്രീതിജനകവും പൂർണ്ണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഇഷ്ടം നിങ്ങൾക്ക് തിരിച്ചറിയണമോ? നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം അറിയുവാൻ എന്ത് ചെയ്യണം? ഹൃദയത്തിലുള്ള വിഗ്രഹങ്ങളെ അടിച്ച് ആദ്യം പുറത്താക്കണം. എന്നിട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സിലായോ? അപ്പോഴാണ് ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവുമായതെന്തെന്നും തിരിച്ചറിയുവാനുള്ള കഴിവ് അപ്പോഴേ ദൈവം നമുക്ക് തരികയുള്ളൂ. ദൈവത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്. മനസ്സിലായോ? നമ്മുടെ നാട്ടിൽ ചില മാനദണ്ഡങ്ങളില്ലേ? അല്ലേ? നാട്ടു നടപ്പില്ലേ? പ്രകൃതി നിയമങ്ങളില്ലേ? അല്ലേ? ഇവിടെ ഇരിക്കുന്ന സ്വിച്ച് ഇട്ടാലല്ലേ ലൈറ്റ് കത്തുകയുള്ളൂ. സ്വിച്ച് ഇടാതെ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ ലൈറ്റ് കത്തുമോ? അപ്പൊ അതിനൊരു മാനദണ്ഡമുണ്ട്. സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും. അപ്പൊ അതുപോലെ തന്നെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇങ്ങനൊരു സംഭവം നടന്നില്ല എങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഈ സഭ, ഇത് കഴിയുമ്പോൾ അടുത്ത സഭ, ഇത് കഴിയുമ്പോൾ അടുത്ത ദൈവദാസൻ, അത് കഴിയുമ്പോൾ അടുത്ത ദൈവദാസൻ, അങ്ങനെ പോയി ഇങ്ങനെ പരതി നടക്കും. അങ്ങനെ എന്ത് ചെയ്യും? ബോഷ്ക്ക് വിശ്വസിച്ച് നിത്യനാശം എന്ന കുഴിയിൽ പതിക്കുവാനിടയായിത്തീരും. ഇത് ദൈവത്തിന്റെ ന്യായവിധിയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹൃദയത്തിലെ വിഗ്രഹങ്ങളെ ആട്ടിപ്പായിച്ചാൽ, മനസ്സിലായോ? ഹൃദയത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തു കളഞ്ഞാൽ, ദുർമോഹങ്ങളും ദുഷ്ചിന്തകളും അത്യാഗ്രഹവും എടുത്തു കളഞ്ഞാൽ, കർത്താവിന് ഇരിക്കുവാൻ ഇടം കൊടുത്താൽ, കർത്താവിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴുവാനിടയായിത്തീരും. അല്ലെ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരുവന് പ്രലോഭന ഹേതുവാകുന്നുവെങ്കിൽ അവൻ അയ്യോ കഷ്ടം. അല്ലെ? നമ്മൾ കഷ്ടിച്ച് കർത്താവിനെ വിളിച്ച് നേരെ ചൊവ്വേ പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കാം, നമ്മുടെ സഭയിൽ നിന്നായിരിക്കാം, സമൂഹത്തിൽ നിന്നായിരിക്കാം. ഇതിന് വിരോധമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിന് വിരോധമായി പൊന്തുന്ന ഒരു ചിന്ത ഹൃദയത്തിലേക്ക് ഇട്ട് തരും. നമുക്ക് ഇന്നൊരു കാര്യം ചെയ്യാം, നല്ലതാ, എല്ലാവരും ആ വഴിക്ക് പോകുന്നുണ്ട്, അങ്ങോട്ട് പോകാം. അല്ലേ? അപ്പോൾ ഒരു ചിന്തയുമില്ലാതെ, ഒരു ദുഷ്ചിന്തയില്ലാതെ ഇരിക്കുന്ന നിർമ്മല ഹൃദയനെ പോലും വശീകരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. അല്ലേ? അപ്പൊ നമ്മുടെ ഹൃദയത്തെ മറ്റൊരു നിലയിലും ആരും വശീകരിക്കാതിരിക്കാൻ ഇടയായി തീരട്ടെ. കാരണം ആ ദുർബലനായ മനുഷ്യൻ ദൈവത്തെ വിളിച്ച് നിർമ്മല മനസ്സാക്ഷിയോടുകൂടെ, നിർമ്മല ഹൃദയത്തോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ദുരാഗ്രഹം കുത്തി നിറയ്ക്കുന്ന ഒരു ഇഞ്ചക്ഷൻ വെക്കുന്ന ആരായാലും ഇടർച്ച വരുത്തുന്നതിനേക്കാൾ നല്ലത് വലം കൈ നിനക്ക് ഇടർച്ചയാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക. സ്വന്തം അപ്പനായിക്കോട്ടെ, സ്വന്തം അമ്മയായിക്കോട്ടെ, സ്വന്തം ഭാര്യ ആയിക്കോട്ടെ, സ്വന്തം സഭാവിശ്വാസി ആയിക്കോട്ടെ, ക്രിസ്തുവിന് വിരോധമായി പൊന്തുന്ന ഒരു ചിന്തയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടു തരുന്നതെങ്കിൽ, പൗലോസ് പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവിന് വിരോധമായി പൊന്തുന്ന സകല ചിന്താഗതികളെയും ഞങ്ങൾ പിടിച്ചടക്കുന്നു, കീഴടക്കുന്നു എന്ന്. എന്തിനാ പൗലോസേ ക്രിസ്തുവിന് വിരോധമായി പൊന്തുന്ന ചിന്തകൾ ഇങ്ങനെ വരുമ്പോൾ പിടിച്ചടക്കുന്നത്? ക്രിസ്തുവിന് വിരോധമായ ചിന്തകൾ വരുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ക്രിസ്തു മാറിപ്പോകും, വിഗ്രഹങ്ങളെ കൊണ്ട് നിറയുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ക്രിസ്തുവിന്റെ വിരോധമായി, ദൈവവചനത്തിന് വിരോധമായി പൊന്തുന്ന ചിന്തകളെ പിടിച്ചടക്കി
അദ്ദേഹം കീഴടക്കി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഹൃദയത്തിലുള്ള വിഗ്രഹം വെച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്ന് പകലിൽ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ കണ്ണു തുറക്കുമ്പോൾ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോൾ വരുന്ന ചിന്ത എന്താണോ അതാണ് നമ്മുടെ വിഗ്രഹം. ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ തെളിയുന്ന ചിന്ത എന്താണ്? ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. കർത്താവിനെ കുറിച്ചും കർത്താവിന്റെ വചനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഉന്നതമായ പ്രത്യാശയെക്കുറിച്ചുമാണ് നമ്മുടെ ചിന്തയെങ്കിൽ, ദൈവചിന്തയോടുകൂടിയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ നമ്മുടെ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ ആ വാക്യം നമ്മൾ നിവർത്തിക്കുകയാണ്. അതല്ലാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാനാവിധ ചിന്തകൾ, ഇതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ പ്രശ്നത്തിന്റെ നടുവിലാണ് കർത്താവേ എന്ന് ഓർക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരുടെ ദൈവം ബുദ്ധി ഉപദേശിക്കുകയാണ്. മടങ്ങി വരിക, വിഗ്രഹത്തെ എടുത്ത് കളയുക, ഹൃദയത്തിലെ അഴുക്ക് കാര്യങ്ങളൊക്കെയും കഴുകിക്കളഞ്ഞ് ഇവിടെ പറയുന്നത് കേട്ടോ, പ്രത്യുത നിങ്ങളുടെ മനസ്സിനെ നവീകരണം വഴി രൂപാന്തരപ്പെടുത്തുവിൻ. ദൈവഹിതം ഇന്നതെന്നും നല്ലതും പ്രീതിജനകവുമായത് ഇന്നതെന്നും ഗ്രഹിക്കുവാൻ അപ്പോൾ നിങ്ങൾക്ക് കഴിയും. ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച പൗലോസ് പറയുക. എന്താണ് ഈ മനസ്സലിവ്? കർത്താവ് മനസ്സലിഞ്ഞത് കൊണ്ട് നമ്മെ കൃപയാൽ രക്ഷിച്ച് വേർതിരിച്ച് സ്വർഗം തരാമെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്നത് അല്ലേ? ഈ ലോകത്ത് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാലും ഞാൻ നിന്നെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ഒരു സ്വർഗം തരാം, സൗജന്യമായി തരാമെന്ന് ഈ ലോകത്തിൽ ആരെങ്കിലും പറയുന്നുണ്ടോ? യേശു ക്രിസ്തു തരുന്നതായിട്ടുള്ള ഉന്നതമായൊരു പ്രത്യാശ ആരെങ്കിലും നിങ്ങൾക്ക് തരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം, എനിക്ക് ആ വഴി ഒന്ന് ചിന്തിച്ചു നോക്കാനാ. പക്ഷേ ഈ ജീവിതകാലം മുഴുവനും ഞാൻ നോക്കിയിട്ട് കർത്താവ് എനിക്ക് തരാമെന്ന് പറഞ്ഞതിൽ ഉപരിയായിട്ടുള്ളൊരു കാര്യം എനിക്ക് ഈ ലോകത്തിൽ ആരും തരാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ കർത്താവിന്റെ വചനം അനുസരിച്ച് മുന്നോട്ട് ജീവിക്കണമോ, അതോ കർത്താവിനെ മാറ്റിയിട്ട് അങ്ങനെയാണ് സഹോദര, എന്നാ പിന്നെ നാളെ തുടങ്ങി നമുക്ക് ആ ബിസിനസ് ചെയ്യാം എന്ന് പറഞ്ഞ് അവന്റെ കൂടെ കൂടാനാണോ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്, കിണറിൽ വെള്ളം പുതുവെള്ളം നിറയുന്നത് പോലെ ജെറുസലേമിൽ അത് അകൃത്യങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കിണർ നമ്മൾ എത്ര വെള്ളം അടിച്ചു പറ്റിച്ചാലും പിന്നെയും അവിടെ എന്ത് ചെയ്യും? കിണറിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ വെള്ളം കിണറിൽ നിറയുന്നത് നല്ലതാ. പക്ഷെ ദൈവം പറയുകയാണ്, കിണറിൽ പുതുവെള്ളം നിറയുന്നത് പോലെ ഇസ്രായേൽ ജനത്തിൽ അതിക്രമമാണ് ഇങ്ങനെ പെരുകി പെരുകി വരുന്നതെന്ന്. ഒരു രക്ഷയുമില്ല. അടിച്ചു പറ്റിച്ചാലും അടുത്ത തിന്മ, അടിച്ചു പറ്റിച്ചാലും അടുത്ത പറ്റിപ്പല്. മനസ്സിലായോ? ഇങ്ങനെ ഓരോരോ പുതിയ പുതിയ തിന്മകൾ വരുന്നുവെന്നാ പറയുന്നത്. ഹോശിയ പ്രവാചകന്റെ പുസ്തകം 5:4 പറയുകയാണ്, മടങ്ങി വരാൻ അവരുടെ പ്രവർത്തികൾ സമ്മതിക്കുന്നില്ല. ശരിയല്ലേ? ഇന്ന് കർത്താവിനെ അനുസരിക്കുവാൻ എന്താ തടസ്സമായിരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ ഒന്ന് ഇരുത്തുവാൻ എന്താ തടസ്സമായിരിക്കുന്നത്? നമ്മുടെ ചില ആഗ്രഹങ്ങളും ചില പ്രവൃത്തികളും അല്ലേ? കർത്താവിന്റെ വചനം നമ്മൾ പറയുമ്പോൾ നമ്മളോട് പറയാറുണ്ട്, എൻ്റെ പ്രിയ സഹോദര, നമ്മളോട് പെട്ടുകിടക്കുക, നമ്മുടെ ജീവിത സാഹചര്യം അങ്ങനെയാ, ജോലിയുടെ ഒരു സാഹചര്യം അങ്ങനെയാ, പെട്ടെന്നതൊക്കെ ഇട്ട് അവരെ വെറുപ്പിച്ച് ഇങ്ങനെ വരാൻ കഴിയുകയില്ല. ദൈവം പറഞ്ഞ സത്യമല്ലേ? നിങ്ങളുടെ പ്രവൃത്തികൾ മടങ്ങി വരാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല അല്ലേ? അവരുടെ പ്രവൃത്തികളെ അത് തെന്മയാണെങ്കിൽ അത് വിട്ടുതിരിഞ്ഞാലേ കർത്താവിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. ദൈവം പറയുകയാണ്, നിങ്ങളത് വിട്ടുതിരിയാത്തോടത്തോളം കാലം എൻ്റെ അടുക്കിലേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഉന്നതമായൊരു പ്രത്യാശയ്ക്കായി ദൈവം നമ്മെ വിളിച്ചിരിക്കുക, ഉന്നതമായൊരു ഉപദേശം നമുക്ക് നൽകിയിരിക്കുക, ഉന്നതമായൊരു വാഗ്ദത്തം നമുക്ക് നൽകിയിരിക്കുക. ഓട്ടക്കളത്തിൽ ഓടുന്നവൻ ബിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവാൻ ദൈവവചനം പറഞ്ഞിരിക്കുക. ഈ ഓട്ടക്കാരൻ ബിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം ഓട്ടക്കളത്തിൽ ഓടണമെങ്കിലേ അവന് പലതും ഉപേക്ഷിക്കേണ്ടതായി വരും. വെറുതെ ഓടി ഉസൈൻ ബോൾട്ടിനെ പോലെ ഒന്നാമതെത്തുവാൻ കഴിയില്ല. അവന്റെ ജീവിതത്തിൽ പലതും, ഇഷ്ടമുള്ള ചില ആഹാരങ്ങൾ വർജിക്കേണ്ടി വരും, ശരീരത്തിന് അമിതമായ ഭാരം കയറാതെ നോക്കേണ്ടി വരും. അല്ലെങ്കിൽ എല്ലാവരും സൂട്ടും കോട്ടും നോക്കിയിട്ട് ഓട്ടം കാണാൻ വന്നിരിക്കും, പക്ഷെ ഇവർക്ക് ചെറിയൊരു ഉടുപ്പിട്ടിട്ട് വേണം ഓടുവാൻ. മനസ്സിലായോ? ഓട്ടക്കളത്തിൽ ഓടുന്നവൻ ബിരുദം പ്രാപിക്കണമെങ്കിൽ പലതും വർജിക്കേണ്ട ആവശ്യമുണ്ട്, ഉപേക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഇതുപോലെ തന്നെ കർത്താവ് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കണമെങ്കിൽ ഈ ഹൃദയത്തിലുള്ള വിഗ്രഹങ്ങളെ ഒന്ന് എടുത്ത് കളയണം. ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങള്, ആവശ്യമില്ലാത്ത അത്യാഗ്രഹങ്ങള്, വിഗ്രഹാരാധന തന്നെയായ ഈ ലോകത്തിലേക്ക് പിടിച്ചു വലിക്കുന്ന എല്ലാ ചിന്തകളും, ഇതെല്ലാം ഇടിച്ചു കളഞ്ഞ് ആ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ
ശുദ്ധ മനസാക്ഷിയിൽ നാം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ, വിഗ്രഹങ്ങളുമായി ദൈവത്തിന്റെ ആലയത്തിന് എന്തു ബന്ധമെന്ന് ചോദിക്കുമ്പോൾ, ആ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു എന്ന് വചനം പറയുമ്പോൾ, യഥാർത്ഥമായി ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പഴയ നിയമം അത് നമുക്ക് ബുദ്ധി ഉപദേശത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോടുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്ന പല ഉപദേശങ്ങളുടെയും ആഴങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് പഴയ നിയമത്തിൽ അതിന്റെ ആ സത്ത് കിടക്കുന്നുണ്ട്. പൗലോസിന് വെളിപ്പെട്ടത് ഒരു മിസ്റ്ററി ഗോസ്പലാണെന്ന് നമുക്കറിയാം. അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യമാണ് കൃപയുടെ സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആഴമായ വിശ്വാസം ഇന്ന് നമുക്ക് ആ നിത്യജീവൻ നൽകുകയാണ്. ഈ പറഞ്ഞ പ്രത്യാശയിലേക്ക് നമ്മൾ പോവുകയാണ്. സൗജന്യമാണ്, അല്ലേ? പക്ഷേ അതിനിടയിൽ നാം ഈ മാനുഷികമായി ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു സാധാരണ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നോഹയുടെ പെട്ടകത്തിൽ കയറി രക്ഷിക്കപ്പെട്ട ജനത്തെ വീണ്ടും ഇറക്കി വിട്ടത് അതേ ഭൂമിയിലേക്ക് തന്നെയാണ്. രക്ഷിക്കപ്പെട്ട് നമ്മൾ ജീവിക്കുന്നത് ഇതേ ഭൂമിയിൽ തന്നെയാണ്. ഇതേ വശീകരണങ്ങൾ, ഇതേ പ്രലോഭനങ്ങൾ, ഇതേ മനുഷ്യന്റെ മനോഭാവങ്ങളൊക്കെയും മാറി മറിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതിനെല്ലാം അതിജീവിച്ച് ഇടിച്ച് നിരപ്പാക്കി മുന്നോട്ട് പോകണമെങ്കിൽ ഈ വിഗ്രഹങ്ങളെ നമ്മൾ മാറ്റേണ്ടത് ആവശ്യമാണ്. എന്നാൽ മാത്രമാണ് ദൈവം പറയുന്ന ഈ നിലവാരത്തിലേക്ക് നമുക്ക് ഉയർന്നു വരാൻ കഴിയുകയുള്ളൂ. എന്തിനു വേണ്ടിയിട്ട് അതിങ്ങനെ പറയുന്നത്? നമുക്ക് സുഖമായ പ്രസംഗം പ്രസംഗിച്ചാൽ പോരെ, അല്ലെ? കേൾക്കാൻ ഇമ്പമുള്ളതിൽ ശ്രദ്ധ വയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ആര് എന്ത് പ്രശ്നവുമായി വന്നാലും അവരെ പ്രാർത്ഥിച്ചയക്കുന്ന സഭകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. പക്ഷേ അതൊന്നും നമുക്ക് പറ്റാതിരുന്നത് കൊണ്ടാണ് നമ്മൾ കൂട്ടമായി തിരിഞ്ഞ് ദൈവം ഒരുക്കിയ ഈ ദൈവസഭയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും, അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുന്നതും. ദൈവത്തിന്റെ വചനം കേൾക്കാൻ വന്നിരിക്കുന്ന ജനം ദൈവത്തിന്റെ വചനമാണ് കേൾക്കുന്നത്, അല്ലാതെ കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങൾ കേൾക്കാനല്ല ആഗ്രഹിച്ച് കടന്നു വരേണ്ടത്. അതുകൊണ്ട് ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ, വിഗ്രഹങ്ങളെ വെച്ചുകൊണ്ടല്ല ദേവാലയത്തിൽ വരേണ്ടത് എന്നുള്ള സത്യമായ വചനം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറയാനല്ലേ നമ്മൾ കത്തോലിക്ക സഭ വിട്ടത്, പെന്തക്കോസ്ത് വിട്ടത്, മറ്റുള്ള ഇതര സഭകൾ നമ്മൾ വിട്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് വിട്ടുവിടെ വന്നിരിക്കുന്നത്? സത്യം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്, സത്യം പറയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ നിന്ന് മറ്റുള്ള സഭകളിൽ പോയി പ്രസംഗിക്കാൻ കഴിയുമോ? ഇല്ല. ഈ സഭയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ഇഷ്ടങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ പറയുകയാണ്, പ്രവാചകൻ വശീകരിക്കപ്പെട്ട് മറുപടി പറഞ്ഞാൽ ഞാൻ തന്നെയായിരിക്കും അവനെ വശീകരിച്ചത് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നിൽക്കുന്ന ശുശ്രൂഷകൻ പോലും വശീകരിക്കപ്പെടുവാനിടയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാനാവിധ ആഗ്രഹങ്ങളാൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇവിടെ മുന്നിൽ വന്നിരുന്നാൽ, ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ശുശ്രൂഷിച്ചാൽ എൻ്റെ ഹൃദയം വഴിതെറ്റി മാറിയിട്ട് ഈ സഭ ദൈവവുമായി യാതൊരു ബന്ധമില്ലാതെ, വചനത്തിൽ പറയുന്ന പോലെ തലയുമായി യാതൊരു ബന്ധവുമില്ല. ആരാണ് തല? ക്രിസ്തു. അപ്പോൾ അവർക്ക് തലയുമായി ഒരു ബന്ധമില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ ആയിത്തീരും. പിന്നെ സഭ എന്ന് പറയുന്നത് നിർജീവമായ ഒരു സംഘടനയായിത്തീരും. നമ്മുടെ സഭ നിർജീവമായ ഒരു സംഘടനയല്ല, ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമായ ദൈവസഭയിൽ നിങ്ങൾ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുവാൻ വേണ്ടി ഞാനിവിടെ ഇത് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ജീവിക്കുന്ന ദൈവസഭയാണ് എന്നൊരു ചത്ത സംഹിത എഴുതി രൂപപ്പെടുത്തി ഇതാണ് നമ്മുടെ ഉപദേശം എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു സഭയല്ല ഇത്. അനുദിനം ദൈവം പഠിപ്പിക്കുമ്പോൾ, അനുദിനം നമ്മളെ ദൈവം വെളിപ്പാടുകൾ നൽകി വളർത്തുമ്പോൾ, വെളിപ്പാട് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇപ്പോൾ രാവിലെ കിട്ടിയ ഒരു വെളിപ്പാട് എന്ന് പറയുന്ന വെളിപ്പാടല്ല. ഈ തിരുവചനത്തിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചിരിക്കുന്ന ചില സത്യങ്ങൾ ഇന്നും തിരിച്ചറിയാതെ അതിനകത്ത് കിടക്കുന്നുണ്ട്. കാലാനുസൃതം ആവശ്യമനുസരിച്ച് സകല സത്യത്തിലേക്ക് അതിനെ ദൈവം നടത്തുവാൻ വിശ്വസ്തനാണ്. അങ്ങനെ ദൈവം പഠിപ്പിക്കുമ്പോൾ ഇതൊരു ലിവിങ് ചർച്ചാണ്, ജീവനുള്ള ദൈവസഭയാണ്. അവിടെ ജീവനുള്ള ദൈവസഭയിൽ ജീവനുള്ള ആത്മാക്കളെ പോലെ, ജീവനുള്ളവരെ പോലെ, പാട്ടുകാരൻ പാടുന്നില്ലേ, ജീവനുള്ളവരെ പോലെ എന്ന്. അതുപോലെ ജീവനുള്ള ദൈവസഭയിൽ ജീവനുള്ള ദൈവ മക്കളായി കടന്നു വരുമ്പോൾ ആ ജീവനുള്ള ദൈവത്തിന് പരിപൂർണ സ്വാതന്ത്ര്യത്തോടു കൂടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കാൻ ഇടയില്ലാത്ത രീതിയിൽ ശുശ്രൂഷിക്കുവാനും ശുശ്രൂഷ അനുഭവിപ്പാനും അതിലൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ ഹൃദയത്തിലെ വിഗ്രഹങ്ങളെ മാറ്റി ക്രിസ്തു എന്ന ജീവനുള്ള ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണമെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കണമെങ്കിൽ അതിനുള്ള ജീവിതം ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുന്നുവെങ്കിൽ ദൈവവചനം പറയുന്നു, സൂക്ഷ്മ ബുദ്ധികളുടെ ഞാൻ വസിക്കുന്നു. അപ്പോൾ തന്നെ ദൈവം പറയുന്നു,
മനസ്സ് എളിമപ്പെടുത്തുന്നവരുടെ കൂടെ ഞാൻ കഴിയുന്നു. പ്രൈസ് ലോർഡ്. അങ്ങനെയുള്ള ഒരു നിലവാരത്തിൽ ഇരിക്കുന്നവരുടെ നടുവിലാണ് കർത്താവ് വസിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്.